യെരമ്യാസിൻ്റെ പുസ്തകം 47-ാം അധ്യായം. ഫിലിസ്തീയർക്കെതിരെ. ഫറവോ ഗാസ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ഫിലിസ്തീയരെക്കുറിച്ച് യെരമ്യായ്ക്ക് ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ വടക്കുനിന്ന് ജലമുയരുന്നു, അത് കവിഞ്ഞൊഴുകുന്ന പ്രവാഹമായിരിക്കും. ദേശവും അതിലുള്ളവയും നഗരവും നിവാസികളും മുങ്ങിപ്പോകും. ജനങ്ങൾ നിലവിളിക്കും, ദേശവാസികളെല്ലാം വിലപിക്കും. അവൻ്റെ കുതിരകളുടെ കുളമ്പടിയും രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവും കേട്ട് കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പിതാക്കന്മാർ ഓടുന്നു. അവരുടെ കരങ്ങൾ എത്ര ദുർബലമാണ്! ഫിലിസ്തീയരെ ഉന്മൂലനം ചെയ്യുകയും ടയറിലെയും സീദോണിലെയും അവരുടെ കൂട്ടാളികളെ വിച്ഛേദിക്കുകയും ചെയ്യുന്ന ദിനം വരുന്നു. കഫ്തോൻ തീരത്ത് അവശേഷിക്കുന്ന ഫിലിസ്തീയരെ കർത്താവ് നശിപ്പിക്കും. ഗാസ ശൂന്യമായി, അഷ്കലോൺ നശിച്ചിരിക്കുന്നു. ആനാക്കിൻ്റെ അവശിഷ്ടമേ, എത്രനാൾ നിങ്ങൾ നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കും? കർത്താവിൻ്റെ വാളെ, നീ എന്ന് നിശ്ചലമാകും? നീ ഉറയിലേക്ക് മടങ്ങി നിശ്ചലമായിരിക്കുക. കർത്താവ് നിയോഗിച്ചിരിക്കെ അതെങ്ങനെ സ്വസ്ഥമാകും? അഷ്കലോണിലും സമുദ്രതീരത്തിനുമെതിരെ കർത്താവ് അതിനെ അയച്ചിരിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും, സ്തുതിയായിരിക്കും.